ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ദി ആസ്ട്രോണമർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. ആ ടോപ്പിക് മുതൽ, അതായത് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന അത് മുതലുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മൾക്ക് ഈ വീഡിയോയിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ? കുട്ടി ഫസ്റ്റ് സ്റ്റാൻസയിൽ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹാവ് യു എവർ ഫെൽറ്റ് ദ സെയിം വേ? നിങ്ങൾക്കും ഇതേപോലെ തോന്നിയിട്ടുണ്ടോ? കുട്ടി ചെയ്യുന്ന പോലെ, കുട്ടി പറയുന്ന പോലെ നിങ്ങൾക്കും എന്താ പറയുക, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഓക്കെ, ആൻസർ നോക്കാം. ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ അബൌട്ട് ക്യാച്ചിങ് ദ മൂൺ ഷോസ് ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ. മൂണിനെ ക്യാച്ച് ചെയ്യണമെന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് കുട്ടിയുടെ ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ, അതേപോലെ ഇമാജിനേഷൻ, കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അല്ലേ, കുട്ടികളെ പോലെയാണ് ഇവിടെ അത് വായിക്കുമ്പോൾ കുട്ടികളെങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. സോ ഇവിടെ കുട്ടികളുടെ ആ ഒരു ഇമാജിനേഷനാണ് കാണിക്കുന്നത്. ടിപ്പിക്കൽ ഓഫ് ചൈൽഡ്ഹുഡിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ആസ് എ കിഡ്, അത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇല്ലേ, ഹാവ് യു എവർ ഫെൽ ദ സെയിം വേ? അതിന് ആൻസർ നോക്കിയേ. ആസ് എ കിഡ്, ഞാനും ചെറുതായിരുന്നപ്പോൾ ഐ വുഡ് ഓഫൻ ഗേസ് അറ്റ് ദ മൂൺ, ഞാനും എപ്പോഴും മൂണിനെ നോക്കാറുണ്ട്. ആൻഡ് വണ്ടർ ഇഫ് ഐ കുഡ് ക്യാച്ച് ഇറ്റ്, എന്നിട്ട് വിചാരിച്ചിട്ടുണ്ട് ഇത് പിടിക്കാൻ പറ്റുമോ, ഈ മൂണിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഐ ടോട്ടലി റിലേറ്റ് ടു ദ ചൈൽഡ്സ് ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ ഇൻ ദി പോയം. അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കുട്ടിയുടെ ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇമാജിനേഷനോട് റിലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡാഡാസ് ആൻസർ ടു ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ? കുട്ടിയുടെ ചോദ്യത്തിന് ദാദ എന്താണ് ആൻസർ പറഞ്ഞത്? ദാദ എക്സ്പ്ലെയിൻസ് ദ മൂൺ ഇസ് വെരി ഫാർ അവേ. ദാദ പറഞ്ഞത് മൂൺ ഭയങ്കര ദൂരെയാണ്. സോ നോ വൺ ക്യാൻ ക്യാച്ച് ഇറ്റ്, അതുകൊണ്ട് ആർക്കും അതിനെ പിടിക്കാൻ പറ്റില്ല. ഹി ഓൾസോ ജോക്സ് അബൌട്ട് നീഡിങ് എ ഹ്യൂജ് നെറ്റ് ടു ക്യാച്ച് ദ മൂൺ. അതേപോലെ തന്നെ പറഞ്ഞു ഈ മൂണിനെ പിടിക്കണമെങ്കിൽ വലിയൊരു നെറ്റ് വേണം എന്ന്. അതൊരു ജോക്കായിട്ടാണ്, ഒരു തമാശയായിട്ടാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡു യു തിങ്ക് ദ ചൈൽഡ് ഇസ് കൺവിൻസ്ഡ് ബൈ ദാദാസ് ആർഗ്യുമെൻറ്റ്സ്? കുട്ടി ദാദ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് കേട്ടപ്പോൾ കൺവിൻസ്ഡ് ആയോ? കുട്ടി ഓക്കെ ആയോ, സാറ്റിസ്ഫൈഡ് ആയോ? വൈ ഓർ വൈ നോട്ട്? നോ, ദ ചൈൽഡ് ഇസ് നോട്ട് കൺവിൻസ്ഡ്. ഇല്ല, കുട്ടി സാറ്റിസ്ഫൈഡ് ആയില്ല, കൺവിൻസ്ഡ് ആയില്ല. ദ ചൈൽഡ് ആർഗ്യൂസ് യൂസിങ് കമ്പാരിസൺസ്. കുട്ടി ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ്? കമ്പയർ ചെയ്യും പല കാര്യങ്ങളും. ഹൗ മോം ഡസൻ സീം ഫാർ വെൻ ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ. വിൻഡോയിലൂടെ നോക്കുമ്പോൾ അമ്മ ദൂരെയായിരുന്നില്ല. ഓർ ഹൗ മോംസ് ഫേസ് ഡസൻ ലുക്ക് ഹ്യൂജ് വെൻ കിസ്സിങ് ദം. അതുപോലെ തന്നെ കുട്ടിയെയും ബ്രദറിനെയും കിസ് ചെയ്തപ്പോൾ അമ്മയുടെ മുഖം വലിയതായിട്ടും തോന്നിയില്ല. ഇങ്ങനെ കമ്പയർ ചെയ്താണ് കുട്ടി തിരിച്ച് ദാദയുടെ ആർഗ്യുമെൻറ്റ്സിനോട് തിരിച്ച് ആർഗ്യൂ ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം ക്യാപ്ചർ ദ ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്? ഈ പോയട്രിയിൽ നമ്മൾക്ക് കുട്ടിക്കാലത്തെ ഇമാജിനേഷൻ, ഇന്നസെൻസ്, അല്ലെ, കുട്ടികളുടെ ഒരു നിഷ്കളങ്കത എല്ലാം കാണാം. കോട്ട് സ്പെസിഫിക് ലൈൻസ് ഫ്രം ദ പോയിം ടു സപ്പോർട്ട് യുവർ ആൻസർ. ഒരു വരി എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആൻസറിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോയട്രിയിൽ ഒരു വരി എടുത്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നോക്കേ, ദ പോയം ക്യാപ്ചേഴ്സ് ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ത്രൂ ലൈൻസ് ലൈക്ക്. പോയട്രിയിൽ ഇന്നസെൻസും ഇമാജിനേഷനൊക്കെ ഏത് വരിയിലൊക്കെയാണ്? ഷി വണ്ടേഴ്സ് ഔട്ട് ലൗഡ് ഇഫ് സമൺ കുഡ് ജസ്റ്റ് റീച്ച് ഔട്ട് ആൻഡ് ക്യാച്ച് ദ മൂൺ. ആൻഡ് ദ ചൈൽഡ്സ് ആർഗ്യുമെൻറ്റ് യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. കണ്ടോ, ഇതൊക്കെ ഈ വരികളിലൊക്കെ ഇന്നസെൻസ് ആണ് കാണിക്കുന്നത്. ദ ചൈൽഡ് കമ്പയർസ് ദ മൂൺസ് ഡിസ്റ്റൻസ് ടു മോംസ് ഇൻ്ററാക്ഷൻസ് ടു ജസ്റ്റിഫൈ ക്യാച്ചിങ് ദ മൂൺ. എന്താ, കുട്ടി മൂണിൻ്റെ ഡിസ്റ്റൻസ് അമ്മയുടെ ഒരു ഇൻ്ററാക്ഷനോട് കമ്പയർ ചെയ്താണ് മൂണിനെ പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദാദ റിവീൽ അബൌട്ട് ദ റിലേഷൻഷിപ്സ്? കുട്ടിയുടെയും ദാദയുടെയും റിലേഷനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പോയട്രിയുടെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായത്? ദ കോൺവെർസേഷൻ റിവീൽസ് എ പ്ലേഫുൾ ആൻഡ് അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ്. അവർ തമ്മിലൊരു നല്ലൊരു സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലേ. ദാദ ടീസസ് ദ ചൈൽഡ്. കുട്ടീനെ ദാദ കളിയാക്കുന്നുണ്ട്. കോളിങ് ദം സില്ലി ഓർ ഫുളിഷ്. കുട്ടീനെ എങ്ങനെയാണ് പറഞ്ഞത്? സില്ലി, ഫുളിഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇൻ എ ലൈറ്റ് ഹാർട്ടഡ് മാനർ. എന്നാൽ ഭയങ്കര ദേഷ്യത്തിലാണോ? അല്ല. ഷോയിങ് ദാദസ് പേഷ്യൻസ് ആൻഡ് ഇൻറ്ററാക്ഷൻ വിത്ത് ദ ചൈൽഡ്സ് ഇമാജിനേറ്റീവ് തോട്ട്സ്. കുട്ടിയുടെ ആ ഒരു ചൈൽഡിഷ്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ്, ഒരു ക്ഷമ കാണിച്ച് അങ്ങനെയാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത്, അല്ലേ. ഇനി അതത്രയേ ഉള്ളൂ. ഇനി ലെറ്റ്സ് അപ്രീഷിയേറ്റ് നോക്കാം. ക്വസ്റ്റ്യൻ എ, ഫസ്റ്റ് വൺ, വൈ ഡസ് ദ ചൈൽഡ് കമ്പയർ ദ മൂൺ ടു മദേഴ്സ് ഫേസ്? എന്തുകൊണ്ടാണ് കുട്ടി മൂണിനെ അമ്മയുടെ മുഖത്തോട് കമ്പയർ ചെയ്തത്?
ഡു യു തിങ്ക് ദ ചൈൽഡ്സ് ലോജിക് ഇസ് മിസ്റ്റേക്കൺ ഓർ ട്രൂലി ഇൻസൈറ്റ്ഫുൾ? കുട്ടിയുടെ ലോജിക്ക് തെറ്റായിട്ടുള്ളതാണോ അതോ ശരിക്കും ഒരു നോളജ് തരുന്നതാണോ, എന്താണ് തോന്നുന്നതെന്ന്. ആൻസർ നോക്കാം. ദ ചൈൽഡ് കമ്പയർസ് ദ മൂൺ ടു ദ മദേഴ്സ് ഫേസ് ടു ആർഗ്യൂ ദാറ്റ് just as the mother doesn't seem far when looking out from the window or when leaning down to kiss, the moon shouldn't seem far either. അതായത് അമ്മ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴും കുട്ടിയെ കിസ് ചെയ്യാൻ ചൊല്ലുമ്പോഴും അമ്മ ദൂരെയല്ല. അതേപോലെ തന്നെയാണ് മൂൺ, അത്ര ദൂരെയല്ല എന്നാണ് കുട്ടി പറയുന്നത്. ദ ചൈൽഡ്സ് ലോജിക് ഇസ് ഇൻസൈറ്റ്ഫുൾ ഇൻ ഇറ്റ്സ് സിംപ്ലിസിറ്റി. ശരിക്കും പറഞ്ഞൊരു നോളജ് തരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അതൊരു സിംപ്ലിസിറ്റിയാണ് കാണിക്കുന്നത്. യൂസ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ് ടു അണ്ടർസ്റ്റാൻഡ് എ ലാർജർ ഫിനോമിനൻ. അതേപോലെ തന്നെ കുട്ടി ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കുന്നതിനായിട്ട് കുട്ടിയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദാദ? കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷനും ദാദയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ, ആ ഒരു കാര്യത്തെ കാണുന്നതും അതെന്താണ് തമ്മിൽ ഡിഫറൻസ്? വിച്ച് പെർസ്പെക്റ്റീവ് അപ്പിയേഴ്സ് മോർ കൺവിൻസിങ് ടു യു? ഏതാണ് കൂടുതൽ കൺവിൻസിങ് ആവുന്നത് നിങ്ങൾക്ക്, ആൻഡ് വൈ? ദ ചൈൽഡ് പെർസീവ്സ് ദ മൂൺ എസ് ക്യാച്ചബിൾ അല്ലേ, കുട്ടി പറയുന്നത് മൂണിനെ പിടിക്കാം എന്നാണ്. ബിക്കോസ് ഇറ്റ് സീംസ് ക്ലോസ് വെൻ കമ്പയർ ടു ഇൻറ്ററാക്ഷൻസ് വിത്ത് ദ മദർ. അമ്മയോടുള്ള ഇൻറ്ററാക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ്, ക്ലോസ് അല്ലേ, ക്ലോസ് ആണ്. ദ അതർ പെർസീവ്സ് ദ മൂൺ ആസ് ഫാർ അവേ. പക്ഷേ ചേട്ടൻ പറയുന്നത് എന്താണ്, മൂൺ ദൂരെയാണെന്നാണ്. ആൻഡ് ടു ബിഗ് ടു ക്യാച്ച് ബേസ്ഡ് ഓൺ ലോജിക്കൽ എക്സ്പ്ലനേഷൻസ്. ലോജിക്കലി സയൻസ് അങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോൾ മൂൺ ഒരു ബിഗാണ്, അത് ഭയങ്കര ദൂരെയാണ്. ദാദസ് പെർസ്പെക്റ്റീവ് ഇസ് മോർ കൺവിൻസിങ് ഡ്യൂ ടു സയൻറ്റിഫിക് ഫാക്ട്സ്. പക്ഷേ ദാദ പറയുന്നതാണ് കൺവിൻസിങ് ആയിട്ടുള്ള കാര്യം, കാരണം അത് സയൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അബൌട്ട് ദ മൂൺസ് ഡിസ്റ്റൻസ് ആൻഡ് സൈസ്. ബട്ട് ദ ചൈൽഡ്സ് പെർസ്പെക്റ്റീവ് ഷോസ് ദ ബ്യൂട്ടി ഓഫ് ചൈൽഡ്ഹുഡ് ഇമാജിനേഷൻ. എന്നാൽ കുട്ടിയുടെ നമ്മൾക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് ചൈൽഡ്ഹുഡ് ഇമാജിനേഷൻ, ഒരു ചൈൽഡിഷ് ആറ്റിറ്റ്യൂഡൊക്കെയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് കുട്ടിയുടെ ആ ഒരു ഇമാജിനേഷനും നല്ല ബ്യൂട്ടിഫുൾ ആണ്. നെക്സ്റ്റ് വൺ, ബി ഫില്ലിംഗ് ഇൻ ദ ഗ്യാപ്സ് ഇൻ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ഡാഡ്. ഫസ്റ്റ് ഇവിടെ നോക്കാം. ഇവിടെ ചൈൽഡ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുട്ടിയും അതേപോലെ കുട്ടിയുടെ ആ ഒരു വേൾഡ്, കുട്ടിയുടെ ചുറ്റിലുള്ള വേൾഡിനെ കുറിച്ചിട്ടുള്ള ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹിയർ ഇസ് എ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ഇറ്റ്സ് ഫാദർ. ഇവിടെ ഒരു കുട്ടിയും കുട്ടിയുടെ ഫാദറും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. യു മേ റീഡ് ഇറ്റ് ആൻഡ് ട്രൈ ടു ഫിൽ ഇൻ ദ ഗ്യാപ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചൈൽഡ് പറയാണ്, ഐ ഓൾവേസ് വണ്ടർ ഡാഡ്, why do the waves of the sea lash out endlessly? Don't they get tired? അല്ലേ, ഇതൊരു കുട്ടിക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്. എപ്പോഴും സീയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലെ വേവ്സ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ലാഷ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് എപ്പോഴും ഇങ്ങനെ തിര അടിച്ചുകൊണ്ടിരിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കടലിന് അപ്പോൾ ടയർഡ് ആവില്ല എന്നാണ് ചോദ്യം. അപ്പോൾ ഡാഡ് എന്താണ് റിപ്ലൈ പറയുന്നത്? നോ ബേബി, ദ വേവ്സ് ആർ കോസ്ഡ് ബൈ ദ വിൻഡ് ആൻഡ് ടൈഡ്സ്. വേവ്സ് ഉണ്ടാവുന്നത് വിൻഡും ടൈഡ്സും കാരണമാണ്. ദേ ഡോണ്ട് ഗെറ്റ് ടയർഡ് ലൈക്ക് പീപ്പിൾ ഡു. ആളുകൾ ടയർഡ് ആവുന്ന പോലെ ഇത് ടയർഡ് ആവില്ല എന്നാണ് ഡാഡ് ആൻസർ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൻ വി സ്റ്റോപ്പ് ദ വേവ്സ്? കുട്ടി ചോദിക്കുകയാണ്, നമ്മൾക്ക് വേവ്സിനെ, തിരമാലയെ നിർത്താൻ പറ്റില്ലെന്ന്. ഡാഡ്, നോ വി കാൻ സ്റ്റോപ്പ് ദ വേവ്സ്. ആൻസർ പറയാണ്, പറ്റില്ല. ദേ ആർ ടു പവർഫുൾ ആൻഡ് കോൺസ്റ്റൻറ്റ്. അത് ഭയങ്കര പവർഫുള്ളാണ്, കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് വി ക്യാൻ ലേൺ ടു ലിവ് വിത്ത് ദം ആൻഡ് യൂസ് ദം വൈസ്ലി. പക്ഷെ നമുക്കത് വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ അത് വൈസ്ലി ഉപയോഗിക്കാനും പറ്റും. അടുത്തത് നോക്കാം. ചൈൽഡ്, ദ പവർ ഓഫ് ദ വേവ്സ് ഇസ് ഓഫ് നോ യൂസ് ദെൻ. അപ്പോൾ ചോദിക്കുകയാണ്, വേവ്സിൻ്റെ പവർ കൊണ്ടൊരു ഉപകാരമില്ല അല്ലേ? ഡാഡ്, ബേബി, സയൻസ് മേ ഹെൽപ്പ് അസ് ടു യൂസ് ഇറ്റ്സ് പവർ ഫോർ അവർ നീഡ്സ്. പക്ഷേ സയൻസ് അതിൻ്റെ പവർ നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ആൻസർ പറയുന്നത്. അടുത്തത് നോക്കാം. ബി, വാട്ട് ടെക്സ്റ്റ് പ്രോംപ്റ്റ് വിൽ ജനറേറ്റ് ദി ഇമേജ് ബിലോ? റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഈ ഒരു ഇമേജ് വരണമെങ്കിൽ എന്ത് ടെക്സ്റ്റ് പ്രോംപ്റ്റാണ് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്? എഴുതണം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാമല്ലോ, ഒരു കേളി ഹെയർഡ് ഒരു ബോയ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇത് വരണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്? നോക്കിയേ, എ യങ് കേളി ഹെയർഡ് ബോയ് ഇൻ ആൻ ഓറഞ്ച് ഷർട്ട് ലുക്സ് ഔട്ട് ഓഫ് എ വുഡൻ വിൻഡോ. അല്ലേ,
ഒരു യങ് ആയിട്ടുള്ള കേളി ഹെയർഡ് ബോയ്. കളർ എന്താ ഡ്രസ്സിൻ്റെ? ഓറഞ്ച് ഷർട്ടാണ്. പുറത്തേക്ക് നോക്കുന്നുണ്ട്. ആ വിൻഡോ എന്താണ്? വുഡൻ വിൻഡോ ആണ് അല്ലേ. അറ്റ് എ ബ്യൂട്ടിഫുൾ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പ് ഡ്യൂറിങ് സൺസെറ്റ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സൺസെറ്റാണ് കാണുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ലാൻഡ് സ്കേപ്പ് കാണാം അല്ലേ. എന്താ പറയുക, ഒരു നല്ല ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കാണാം. സൺസെറ്റാണ്. ദ വ്യൂ ഔട്ട്സൈഡ് ഇൻക്ലൂഡ്സ്. ഇനി പുറത്തെന്തൊക്കെ കാഴ്ചകളുണ്ട്? പാം ട്രീസ്, എ സ്മോൾ റെഡ് റൂഫ്ഡ് ഹട്ട്, എ വിൻഡിങ് റോഡ് ആൻഡ് എ ലഷ് ഗ്രീനറി അല്ലേ. ഇത്രയും കാഴ്ചകൾ നമുക്ക് പുറത്ത് കാണാം. ദ സ്കൈ ഇസ് പെയിൻറ്റഡ് വിത്ത് വാം സൺസെറ്റ് കളേഴ്സ്, ഓറഞ്ച്, യെല്ലോ, പേർപ്പിൾ. ഈ കളേഴ്സൊക്കെ ഇവിടെ മുകളിൽ കാണുന്നുണ്ട്. The style is vibrant, colourful and slightly textured, resembling a hand-drawn or pastel illustration അല്ലേ. ഒരു പടം വരച്ചേക്കുന്ന പോലത്തെ ഒരു ലുക്കാണ് ഇതിൽ കാണുന്നത്. സോ ഇങ്ങനെ കൊടുത്താൽ ഈ ഒരു പിക്ചർ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടെക്സ്റ്റ് എഴുതാം കേട്ടോ. ഈ ഒരു പിക്ചറിനെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ടെക്സ്റ്റ് എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പസിൽ പവർ ബൂസ്റ്റ് യുവർ ബ്രെയിൻ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒരു പസിൽസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമുക്കിവിടെ പെർസ്യൂട്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, ഫസ്റ്റ് വൺ ക്രോസ് ഉള്ളത് നമുക്ക് ചെയ്ത് നോക്കിയാലോ. അതായത് റൈറ്റ് സൈഡിലേക്കുള്ളത്, ഹൊറിസോണ്ടൽ. എ സയൻറ്റിസ്റ്റ് ഹൂ സ്റ്റഡീസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സൺ, ദ സ്റ്റാർസ്, ദ പ്ലാനറ്റ്സ് ആൻഡ് ദ കോസ്മോസ്. അപ്പോൾ സയൻറ്റിസ്റ്റ് സണ്ണിനെ, സ്റ്റാറിനെ, പ്ലാനറ്റ്സിനെയൊക്കെ പറ്റി പഠിക്കുന്ന സയൻറ്റിസ്റ്റിനെ എന്താണ് പറയുന്നത്? 3 ക്രോസ് ഉള്ളതാണ്. അതിൽ ടി എന്ന് പറയുന്നൊരു ലെറ്റർ വരുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ആൻസർ ഇസ് ആസ്ട്രോഫിസിസിസ്റ്റ്. സ്പെല്ലിംഗ് ഇതാണ് ASTROPHYSICIST. അടുത്തത്, ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ആൻ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്കിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സിന് എന്ത് പറയുന്നു? ആൻസർ ഇസ് റീവേർബറേഷൻ. REVERBERATION. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. നോയ്സി, ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ. പാൻഡെമോണിയം, PANDEMONIUM. ഡൗൺ നോക്കിയേ. ഇനി സെർച്ചിന് എന്ത് പറയും? സെർച്ച് എന്നുള്ളത് ഇവിടെ ഡൗൺ താഴേക്ക് ഒന്നാമത്തെയാണ് കേട്ടോ സെർച്ച്. അതോടെ പെർസ്യൂട്ട് എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നമുക്ക് എഴുതണ്ട. രണ്ടാമത്തെ, ആൻ എലിഫൻസ് കോൾ, ട്രംപെറ്റ്, TRUMPET. ഇനി ആസ്ട്രോണമർ, മൂന്നാമത്തെ ആസ്ട്രോണമർ എന്ന് വരും. എ സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡീസ് ദ സൺ, ദ സ്റ്റാർസ്, ദ പ്ലാനറ്റ്സ് ആൻഡ് ദ ഗാലക്സീസ്. ആസ്ട്രോണമർ ആണ്. ASTRONOMER. ഫോർത്ത് വൺ, മണി ഔഡ് ടു സം വൺ, ദാറ്റ് ഇസ് ഡെറ്റ്, DEBT, ഡെറ്റ്. അവിടെ ബി സൈലൻ്റ് ആണ്. സോ ഇതാണ് പസിലിൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പസിലിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ്സ് ട്രൈ ടു ഗ്രാസ്പ് ദ മീനിങ് ഓഫ് വേർഡ്സ് ഇൻ എ ക്രിയേറ്റീവ് വേ. We can draw simple scenes from the story and include dialogue or conversation using words from the passage like warble, desperate, huge, showman, etc. ഇവിടെ വാക്കുകളുടെ മീനിങ് എഴുതാനാണ് നോക്കുന്നത്. അതായത് സ്റ്റോറിയിൽ നിന്ന് സിമ്പിൾ സീൻസൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഡയലോഗ്, കോൺവെർസേഷൻ എന്തെങ്കിലും എടുക്കാം പാസേജിൽ നിന്ന്. ലൈക്ക് വോബിൾ, ഡെസ്പെറേറ്റ്, ഹ്യൂജ്, ഷോമാൻ, ഇങ്ങനത്തേതൊക്കെ. ഇവിടെ നോക്കിയേ, ഷോമാൻ എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിട്ട് അതിനെ പറ്റിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ദ പ്രൈസ് അനൗൺസ്മെൻറ്റ് സീൻ, എ സ്റ്റേജ് ഓൺ ഗേറ്റി ലാൻഡ് വിത്ത് ദ ഷോമാൻ ഹോൾഡിംഗ് എ മൈക്രോഫോൺ. ദ നരേറ്റർ ലുക്സ് ഷോക്ക്ഡ് ഹോൾഡിംഗ് ടിക്കറ്റ് നമ്പർ 1005. അപ്പോൾ ഷോമാൻ എന്നുള്ള വാക്ക് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ഡയലോഗ്, മുനിസിപ്പൽ ചെയർമാൻ, ഹാസൻ ദ ഷോമാൻ ബ്രോട്ട് എ ടച്ച് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ടു അവർ ടൗൺ വിത്ത് ഹിസ് ഗ്രാൻഡ് ഇവൻറ്റ് ഗേറ്റി ലാൻഡ്. മുനിസിപ്പൽ കൗൺസിലർ, ഓഫ് കോഴ്സ് ദ ഷോമാൻ സ്റ്റീൽസ് ദ ഷോ വെയർ എവർ ഹി ഗോസ്. കണ്ടോ, ഇവിടെ നോക്കിയേ, ആ ഒരു വാക്കിൻ്റെ മീനിങ് പല രീതിയിൽ 3 സെൻറ്റൻസസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നൗ ക്രിയേറ്റ് സിറ്റുവേഷൻസ് ടു റീഇൻഫോഴ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ്സ് ലൈക്ക് വോബിൾ, ഡെസ്പെറേറ്റ്, ഹ്യൂജ്, എക്സെട്ര. ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടും ഇതേപോലത്തെ സീൻസ് ക്രിയേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് വൺ നമുക്കിവിടെ പറഞ്ഞേക്കുന്ന വാക്ക് ഏതാണ്? വോബിളാണ്. വോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായ സ്ഥിരത ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. പതർച്ചയുള്ള, ഓക്കെ, ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് വോബിൾ. ഡെസ്പെറേറ്റ് എന്താണ്? ഡെസ്പെറേറ്റ് നമുക്കറിയാം, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഒരു വാക്ക്. ഡെസ്പ് എന്നുള്ളൊരു വാക്കിനോട് കണക്റ്റഡ് അല്ലേ. ഡെസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുക. ഓക്കെ, ഹ്യൂജ് അറിയാലോ. ഹ്യൂജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്, വലിയതെന്നാണ് അർത്ഥം. ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ വോബിൾ നോക്കാം. സീൻ, എ കിഡ് ഇസ് ലേണിംഗ് ടു റൈഡ് എ ബൈക്ക് ഓൺ എ ബംപി റോഡ്. ഓക്കെ, ആ കുട്ടിയോട് പറയാണ്. ഡയലോഗ് നോക്കിയേ,
ഹോൾ ടൈറ്റ്, ദ ബൈക്ക് ഇസ് സ്റ്റാർട്ടിങ് ടു വോബിൾ ഓൺ ദിസ് അൺഈവൻ പാത്ത്. അനങ്ങാൻ തുടങ്ങുന്നുണ്ട്, ഷേക്ക് ആവുന്നുണ്ട് ഈ ഒരു വഴിയിൽ എന്ന് ആണ് ഡയലോഗ്. നെക്സ്റ്റ്, ഡെസ്പെറേറ്റ് വെച്ചിട്ടൊരു സീൻ. എ മാൻ ഇസ് സെർച്ചിങ് ഫോർ ഹിസ് ലോസ്റ്റ് ഫോൺ ഇൻ എ ക്രൗഡഡ് മാർക്കറ്റ്. അവിടെ ഡയലോഗ് എന്താണ്? ഐ എം ഡെസ്പെറേറ്റ് ടു ഫൈൻഡ് മൈ ഫോൺ. അല്ലേ, സങ്കടമാണ് ഫോൺ മിസ്സായതിൻ്റെ. ഇറ്റ് ഹാഡ് ഓൾ മൈ ഇമ്പോർട്ടൻറ്റ് കോണ്ടാക്ട്സ്. അതിൽ എൻ്റെ ഇമ്പോർട്ടൻറ്റ് കോണ്ടാക്ട്സ് എല്ലാവരും ഉണ്ട്. തേർഡ് വൺ, ഹ്യൂജ്. എ ഫാമിലി ഈസ് വിസിറ്റിംഗ് എ ജയൻറ്റ് സ്റ്റാറ്റ്യൂ ഇൻ എ പാർക്ക്. ഒരു ഫാമിലി വലിയൊരു സ്റ്റാച്യു പാർക്കിൽ കാണാണ്. ഡയലോഗ്, വാവ് ദിസ് സ്റ്റാച്യു ഇസ് ഹ്യൂജ്. ഈ സ്റ്റാച്യു ഭയങ്കര വലുതാണ്. ഐവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ഇറ്റ്. ഇങ്ങനത്തെ വലിയൊരു സ്റ്റാച്യു ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ? അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എഴുതാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സീൻസ് ക്രിയേറ്റ് ചെയ്ത് ഡയലോഗ് എഴുതാം. ലെറ്റ്സ് അനലൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ആക്ടിവിറ്റി 1 ആണ്. നോക്കിയേ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഒബ്സർവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഫസ്റ്റ് വൺ, ദ നറേറ്റർ ലുക്സ് അറ്റ് ദ റോഡ് എൻജിൻ എവറി മോർണിംഗ്. ഫസ്റ്റ് എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? നറേറ്റർ എല്ലാ മോർണിംഗിലും രാവിലെ റോഡ് എൻജിൻ നോക്കും അല്ലേ. ദ നറേറ്റർ ലുക്സ് എന്ന് പറയുന്ന അതേത് വേർബാണെന്ന് അറിയാമോ? നറേറ്റർ എത്ര പേരുണ്ട്? ഒരാൾ. ദ നറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ്. അപ്പോൾ അതെന്താണ്? സിംഗുലർ സബ്ജക്റ്റാണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ലുക്സ് എന്ന് പറയുന്നതാണ് സിംഗുലർ വെർബ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അറ്റത്ത് എസ് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണത് സിംഗുലർ വെർബായത്? യെസ്, അറ്റത്ത് എസ് വരുന്നതാണ് സിംഗുലർ വെർബ്സ്. ഓക്കെ, ഇപ്പോൾ ലുക്സ്, റൺസ്, ജംപ്സ്, സ്മൈൽസ്, ലവ്സ് ഇതെല്ലാം സിംഗുലർ വെർബാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എസ് ഇല്ലെങ്കിൽ പ്ലൂറൽ വെർബാവുമെന്ന്. അതെ, എസ് ഇല്ലെങ്കിൽ പ്ലൂറൽ വെർബും എസ് ഉണ്ടെങ്കിൽ സിംഗുലർ വെർബുമാണ്. ഇവിടെ അതാണ്. ദ നറേറ്റർ ലുക്സ് അറ്റ് ദ റോഡ് എൻജിൻ എവറി മോർണിംഗ്. ഇവിടെ നറേറ്റർ എല്ലാ ദിവസവും രാവിലെ റോഡ് എൻജിനിൽ നോക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണ്? എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഹാബിറ്റ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസ്, റൂട്ടീനിൽ വരുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, എന്നും രാവിലെ ബ്രഷ് ചെയ്യും, ചായ കുടിക്കും, ഇതെന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നും സ്കൂളിൽ പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. ദ നറേറ്റർ ഇസ് ലുക്കിംഗ് അറ്റ് ദ റോഡ് എൻജിൻ റൈറ്റ് നൗ. ഇപ്പോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞേക്കാണ്. അവിടെ എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, ഇപ്പം നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫോണിൽ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യം പറയാനായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ അതാണ്. ദ നറേറ്റർ ഇസ് ലുക്കിംഗ് അറ്റ് ദ റോഡ് എൻജിൻ റൈറ്റ് നൗ. നറേറ്റർ ഇപ്പോൾ റൈറ്റ് നൗ എന്ന് കണ്ടോ, ഇപ്പോൾ റോഡ് എൻജിനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് സെൻറ്റൻസസ്? ഈ രണ്ട് സെൻറ്റൻസസ് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ നോക്കിയേ, ആൻസർ എഴുതാം. The difference between the two sentences is the tense. Tense ആണ് ഡിഫറൻസ്. ആൻഡ് ദ നേച്ചർ ഓഫ് ദ ആക്ഷൻ ബീങ് ഡിസ്ക്രൈബ്ഡ്. രണ്ടുപേരും ചെയ്യുന്ന ആക്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഡിഫറൻസ്. രണ്ട് കാര്യത്തിലും പറയുന്ന ആക്ഷൻസും ആണ് ഇതിൽ ഡിഫറൻസ് അല്ലേ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ദ നറേറ്റർ ലുക്സ് അറ്റ് ദ റോഡ് എൻജിൻ എവറി മോർണിംഗ്. ഇതിൽ പറയുന്നത് ദിസ് ഡിസ്ക്രൈബ്സ് എ ഹാബിച്വൽ ഓർ റൂട്ടീൻ ആക്ഷൻ ദറ്റ് ഹാപ്പൻസ് റിപ്പീറ്റഡ്ലി അറ്റ് ദ സെയിം ടൈം എവറി മോർണിംഗ്. എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദി ആക്ഷൻ ഇസ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇൻഡിക്കേറ്റിംഗ് എ ജനറൽ ഓർ ഹാബിച്വൽ ട്രൂത്ത്. ആക്ഷൻ എന്താണ്? പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ജനറൽ അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ട്രൂത്താണ്. സെക്കൻഡ് വൺ നോക്കിയേ, ദ നറേറ്റർ ഇസ് ലുക്കിംഗ് അറ്റ് ദ റോഡ് എൻജിൻ റൈറ്റ് നൗ. This sentence describes an action that is happening at the present moment. Present moment നടക്കുന്നതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. The action is in the present continuous tense indicating an action in progress at the time of speaking. കാര്യം പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രസൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ ഇവിടെ നോക്കാം. In the first sentence, the action takes place every morning. The second sentence, the action is happening right now. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് എഴുതിയേക്കുന്ന പോയിന്റ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സെൻറ്റൻസസ്, ദ ടെൻസ് ആൻഡ് ആ ഒരു പോയിൻ്റാണ് കേട്ടോ അതിൻ്റെ ആൻസർ വരിക. ഫസ്റ്റ് ബ്ലാങ്കിൽ അതാണ് എഴുതേണ്ടത്. ഇതാണ് ഫസ്റ്റ് ബ്ലാങ്കിൽ എഴുതേണ്ട കാര്യം. ഒരു സെക്കൻഡ്. ഇത് ഇനിയും അടുത്തത് രണ്ടാമത്തെ സെൻറ്റൻസ്. വെൻ ഡസ് ദി ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ്?
ആൻഡ് വെൻ ഡസ് ഇറ്റ് ഹാപ്പൻ ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ആൻസർ ലാസ്റ്റ് എഴുതിയേക്കുന്നത് സോയിന് ശേഷം എഴുതിയേക്കുന്നത്. ഓക്കെ, അതായത് ഇത് ഒരു സെക്കൻഡ് ഇതിൻ്റെ ഇങ്ക് എടുക്കട്ടെ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്, ആ ഒരു ബ്ലാങ്കിൽ എഴുതേണ്ട കാര്യങ്ങൾ. ഇവിടെ ഓൾറെഡി ഉണ്ട്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ടോക്സ് അബൌട്ട് എ ഹാബിച്വൽ ആക്ഷൻ about something in general or things that happen repeatedly at the same time every day. Second sentence describes an action happening at the present moment. Already പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ്. B. Read the following sentences and arrange them suitably in the table given. വായിച്ചിട്ട് ടേബിളിൽ എഴുതാനാണ് പറഞ്ഞത്. ഹാബിച്വൽ ആക്ഷൻസ് ഇൻ പ്രസൻറ്റ് ടൈം, ഇപ്പോൾ നടക്കുന്നതും അതായത് പ്രസൻറ്റ് ടൈമിൽ നടക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ്, അതായത് നമ്മുടെ ഹാബിറ്റായിട്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫസ്റ്റ് ബോക്സിൽ എഴുതണം. ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഇപ്പോൾ മൊമെൻറ്റിൽ ഈ മൊമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് രണ്ടാമത്തെ ബോക്സിൽ എഴുതണം. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും രണ്ടാമത്തെ ബോക്സിൽ എഴുതേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, ദ വാട്ടർ ഈസ് ബോയിലിംഗ്, അതെന്താണ്, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. ഒരു എക്സാമ്പിളായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്, ഈ ഒരു ഫോമാറ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് എന്താ പറയുക, അതായത് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വേർബ്. അതായത് ഇപ്പം അവിടെ വരേണ്ടത് ഒന്നുകിൽ സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് VY പ്ലസ് V5 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളത് വരും. അത് നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയി നോക്കണം, ജസ്റ്റ് നോക്കിയാൽ മതി. ദ വാട്ടർ ഈസ് ബോയിലിംഗ്, ING ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ആണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അത്രയും ഓർക്കുക. അപ്പോൾ എന്താണ്, അല്ലാത്തതെല്ലാനും പ്രസൻറ്റ് ടെൻസ്. ദ വാട്ടർ ഈസ് ബോയിലിംഗ്, അവിടെ ING വന്നിട്ടുണ്ടല്ലോ, ഈസ് ബോയിലിംഗ് അല്ലേ, അവിടെ എങ്ങനെ വന്നിട്ടില്ലേ. അപ്പോൾ അത് എന്തിൽ വരും, രണ്ടാമത്തെ ബോക്സിൽ. അതായത് ഒരു സെക്കൻഡ്, this one, ഇത് ഇവിടെ വരും. ഫസ്റ്റ് വൺ ഇവിടെ ഫസ്റ്റ് ബോക്സിൽ എഴുതണം, ഫസ്റ്റ് ലൈനിൽ എഴുതാം. സെക്കൻഡ് ബോക്സിൽ ഫസ്റ്റ് ലൈൻ. ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി എവറി മോർണിംഗ്, എന്നത്തെയും കാര്യമാണ് പറയുന്നത്, അത് ഇവിടെ വരും. ദേ ആർ ഗോയിങ് ടു സ്കൂൾ നൗ, അവിടെ ING വന്നിട്ടുണ്ട്, അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരും. സെക്കൻഡ് ബോക്സ്. വി ലിവ് ഇൻ എ സ്മോൾ ടൗൺ, ഫസ്റ്റ് ബോക്സ്. It is raining heavily outside. Second box. They go to the seaside on weekends. First box. So, ഇങ്ങനെയാണ് സംഭവം. പ്രസൻറ്റ് നടക്കുന്നതെല്ലാം ഫസ്റ്റ് ബോക്സിൽ എഴുതണം. അതായത് ഹാബിച്വൽ ആക്ഷൻസ് പ്രസൻറ്റിൽ നടക്കുന്നത്, അങ്ങനെ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളത് ഫസ്റ്റ് ബോക്സ്. ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താ പറയുക, സെക്കൻഡ് ബോക്സിൽ എഴുതാം. ഇതേപോലെ വരും ആൻസേഴ്സ്. അടുത്തത് നോക്കാം. ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഉണ്ട്. ഓക്കെ, അടുത്തത് മുതൽ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ, ഈ ഒരു കാര്യം മുതൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.